സങ്കീർത്തനം 23 അധ്യായത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ചിന്ത, ജീവിതം എല്ലാം തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലരും ഈ അധ്യായത്തിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പ്രാവശ്യം സങ്കീർത്തനം 23 അധ്യായം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്? ചിലപ്പോൾ പള്ളിയിൽ വായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. സത്യമാണ്, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. പക്ഷേ സങ്കീർത്തനം 23 അധ്യായത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എന്നാൽ പലർക്കും അതറിയില്ല എന്നതാണ് വാസ്തവം. നല്ല ശക്തമായ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ആത്മീയ സത്യം അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തെ കാണുന്ന രീതി തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, സങ്കീർത്തനം 23 അധ്യായത്തിൽ ദൈവം നമ്മുടെ ഇടയനാണ് എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ എന്ന്. അതെ, ആ കാര്യവും ഉണ്ട്. പക്ഷേ അതിലും ആഴമായ പല കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. പലർക്കും സങ്കീർത്തനം 23 അധ്യായം വായിച്ചു കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. വിഷമം, ദുഃഖമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും എന്ന് വിചാരിച്ചാണ് പലരും വായിക്കാറുള്ളത്. പക്ഷേ ദാവീദ് അങ്ങനെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രം എഴുതിയ ഒരു കവിതയല്ല ഇത്. ദൈവം ആരാണ് എന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആഴത്തിലുള്ള ആത്മീയ അർത്ഥങ്ങൾ ദാവീദ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതുവരെ കണ്ടതുപോലെ ഈ അധ്യായം ഇനി കാണില്ല എന്നത് ഉറപ്പാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു ഇടയൻ്റെ സങ്കീർത്തനമാണ്. ആദ്യം നമുക്ക് ഈ അധ്യായത്തിൻ്റെ സന്ദർഭം നോക്കാം. കാരണം സന്ദർഭം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത, വീക്ഷണം എല്ലാം തന്നെ ഭയങ്കരമായിട്ട് മാറും. സങ്കീർത്തനം 23 അധ്യായം എഴുതിയത് ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് ദാവീദ് രാജാവാണ്. ഗോലിയത്തിനെതിരെ യുദ്ധം ചെയ്ത് രാജാവായ അതേ ദാവീദാണ് ചില സമയത്ത് കുഴപ്പത്തിലാകും, എന്നാൽ അതേസമയം ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിക്കപ്പെട്ട അതേ ദാവീദാണ്. എന്നാൽ പലരും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഇടയനായിരുന്നു എന്നതാണ്. വർഷങ്ങളായിട്ട് ആടുകളെ മേയിച്ചു. കാട്ടിലാണ് അവൻ താമസിച്ചിരുന്നത്. സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് ആടുകളെ രക്ഷിച്ചു. ആ ആടുകളെ നയിച്ചു, അതിനെ പരിപാലിച്ചു. അതുകൊണ്ട് തന്നെ ദാവീദ് ദൈവത്തെ എൻ്റെ ഇടയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കവിതയുടെ ഒഴുക്കിനു വേണ്ടി ഈ വാക്കങ്ങ് ഉപയോഗിക്കാം എന്ന് എഴുതിയതല്ല. ആഴത്തിലുള്ള നല്ല വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ദാവീദ് ഈ വാക്ക് എഴുതിയത്. ഒരു ഇടയൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദാവീദിന് നന്നായിട്ട് അറിയായിരുന്നു. അതിലും പ്രധാനമായിട്ട് നയിക്കുന്നവനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിരിക്കുന്ന ആടിനെക്കുറിച്ചും അവന് നന്നായിട്ട് അറിയാം. ദൈവത്തെ ഒരു ഇടയനായിട്ട് ദാവീദ് ഉപമിക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പുരാതന ഇസ്രായേലിൽ ഇടയവേല എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു. ആടുകൾക്ക് നല്ല വിലയുണ്ടായിരുന്നു. അത് ആരാധന, കമ്പിളി, പാൽ, ചിലപ്പോൾ യാഗങ്ങൾക്ക് പോലും ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ആ ആടുകൾക്ക് ഇടയനില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, എവിടെയെങ്കിലും കുരുങ്ങിപ്പോകും. ഭക്ഷണം, വെള്ളമൊക്കെ എവിടെ കിട്ടുമെന്നോ അത് എങ്ങനെ കണ്ടെത്തണമെന്നോ ഒന്നും അതിനറിയില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം വന്നാൽ അതിന് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവുമില്ല. അതുകൊണ്ട് ഈ ഇടയന്മാർ എന്ന് പറയുന്നത് ആടുകൾക്ക് ഒരു പരിചാരകർ എന്നത് മാത്രമല്ല, സംരക്ഷകരാണ്, ദാതാക്കളാണ്. അവർ നല്ല ശക്തരാണ്, അതുപോലെ തന്നെ സൗമ്യരുമാണ്. അവർ എപ്പോഴും അവരുടെ ആട്ടിൻകൂട്ടത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. വേട്ടയ്ക്ക് വല്ല മൃഗങ്ങളും വന്നാൽ അതിനോട് പോരാടാൻ അവർ എപ്പോഴും തയ്യാറാണ്. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മെ നിരീക്ഷിക്കുന്നത്. ബൈബിളിൽ പല സ്ഥലങ്ങളിലും ദൈവം തന്നെ ഒരു നല്ല ഇടയനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. സങ്കീർത്തനം 100 അധ്യായം 3 വാക്യം ഇങ്ങനെ പറയുന്നു: നാം അവിടുത്തെ ജനവും അവിടുത്തെ മേച്ചിൽപ്പുറങ്ങളിലെ അജഗണവും തന്നെ. ഏശയ്യാവ് 40 അധ്യായം 11 വാക്യം ഇങ്ങനെ പറയുന്നു: ഒരു ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കുന്നു. അവിടുന്ന് കുഞ്ഞാടുകളെ തൻ്റെ കൈകളിൽ ഏന്തുകയും തൻ്റെ മാർവോട് ചേർത്ത് വഹിക്കുകയും തള്ളകളെ സൗമ്യതയോടെ നടത്തുകയും ചെയ്യുന്നു. യെഹെസ്കേൽ 34 അധ്യായം 11-12 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരയുകയും അന്വേഷിക്കുകയും ചെയ്യും. അതിനുശേഷം യോഹന്നാൻ 10 അധ്യായം 11 വാക്യത്തിൽ യേശു തന്നെ പറഞ്ഞു, ഞാനാകുന്നു നല്ല ഇടയൻ എന്ന്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ആടുകളെ പോലെ തന്നെ ദൈവമില്ലാതെ നാമും നിസ്സഹായരാണ്. വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, വീഴാൻ സാധ്യതയുണ്ട്, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും അറിയാതെ അപകടത്തിൽ പോയി ചാടാനും സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മെ നന്നായിട്ട് വഴി നടത്തുന്ന, എല്ലാം അറിയുന്ന നല്ലൊരു ഇടയൻ നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ഇടയനും അവൻ്റെ ആടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം. ഒരു ഇടയൻ ആടുകളെ വാങ്ങിക്കും എന്നത് മാത്രമല്ല, അതിലുള്ള ഓരോ ആടുകളെയും ആ ഇടയന് വ്യക്തമായിട്ട് അറിയാം. യോഹന്നാൻ 10 അധ്യായം 3 വാക്യം ഇങ്ങനെ പറയുന്നു: ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവൻ സ്വന്തം ആടുകളെ അവയുടെ പേര് വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു.
ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇടയൻ ദൂരെ നിന്ന് നോക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആളല്ല, അവൻ അതിൻ്റെ കൂടെ നടക്കും. ദൈവവുമായിട്ട് ദാവീദിന് ആ രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 23 എഴുതിയപ്പോൾ എന്തോ ദൂരെ നിന്ന് നമ്മെ നോക്കുന്ന ഒരു ദൈവമായിട്ട് അവൻ എഴുതാത്തത്. കൂടെ നിൽക്കുന്ന, നയിക്കുന്ന, സംരക്ഷിക്കുന്ന, കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് അവൻ എഴുതിയത്. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ ആരംഭിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന്. കാവ്യാത്മകമായി ഈ ഒരു അധ്യായത്തിന് പറ്റുന്ന രീതിയിൽ ഉപമിച്ചെഴുതിയ ഒരു വാക്കല്ല ഇത്. വിശ്വാസ പ്രഖ്യാപനമാണ് അവൻ ചെയ്തത്. ഇനി നമുക്ക് ആ വാക്യങ്ങളിലുള്ള രഹസ്യങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യത്തേത്, കരുതലിൻ്റെ രഹസ്യം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. നമുക്ക് പല കാര്യങ്ങളും കുറവാണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ അത് പണമായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്നേഹമോ സമാധാനമോ ലക്ഷ്യബോധമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നാം ചിന്തിക്കാറുള്ളതാണ്, എനിക്കൊന്നും മതിയായതുപോലെ ഇല്ലല്ലോ എന്ന്. അതിലും പ്രധാനമായിട്ട് നമുക്കിതിൽ എന്തെങ്കിലും കാര്യം ഇല്ലാത്ത സമയത്ത് വല്ലാത്ത സമ്മർദ്ദവും വിഷമവും അസ്വസ്ഥതയും തോന്നും. പക്ഷേ ദാവീദ് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന്. അതെ, ദൈവം എൻ്റെ ഇടയനാണെങ്കിൽ എനിക്കൊന്നിനും മുട്ടില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട, കുറവുണ്ടാകില്ല എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതെ എന്നതാണ് സത്യം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറവുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം എനിക്ക് കിട്ടും എന്നല്ല ദാവീദ് ഇവിടെ പറയുന്നത്. ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട് ആവശ്യമുള്ളതെല്ലാം എനിക്ക് ഉണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ വാക്യത്തിലുള്ള കുറവ് എന്നതിൻ്റെ എബ്രായ പദം സേസർ എന്നാണ്. അതിൻ്റെ അർത്ഥം കുറവ്, അല്ലെങ്കിൽ കുറയുക, അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക എന്നാണ്. ദാവീദ് പറയുന്നതനുസരിച്ച് ദൈവം എൻ്റെ ഇടയനാണെങ്കിൽ എനിക്ക് സത്യത്തിൽ എന്തൊക്കെയാണ് ആവശ്യം അതെനിക്ക് ഒരിക്കലും കുറവുണ്ടാകില്ല എന്നാണ്. അതായത്, നിങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെങ്കിൽ ദൈവം അത് തരും. നിങ്ങൾക്ക് ശക്തിയാണ് ആവശ്യമെങ്കിൽ ദൈവം അത് തരും. നിങ്ങൾക്ക് ജ്ഞാനമാണ് ആവശ്യമെങ്കിൽ ദൈവം അതും തരും. നിങ്ങൾക്ക് കരുതലാണ് ആവശ്യമെങ്കിൽ ദൈവം നിങ്ങളെ കരുതും. ദൈവം വെറും ഒരു വഴി മാത്രമല്ല, ദൈവം വഴി നിർമ്മിക്കുന്നവനാണ്. ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? നാം ആ ഇടയനെ സംശയിക്കുന്നു എന്നതാണ്. നമ്മിൽ പലർക്കും കുറവുണ്ട് എന്ന് തോന്നാൻ കാരണം ഇടയനെ പൂർണ്ണമായി വിശ്വസിക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാകാത്തത് കൊണ്ടാണ്. നാം പണം ആവശ്യമാണല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കും, ദൈവത്തെ ആശ്രയിക്കാറില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം പറയുന്നത് കേൾക്കേണ്ടതിന് പകരം ഇനി എന്ത് സംഭവിക്കുമെന്ന് വെറുതെ ഇരുന്ന് വിഷമിക്കും. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും സംഭവം എന്നെ തൃപ്തിപ്പെടുത്തും എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഓടുന്നു. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് മേച്ചിലിൽ നിന്ന് മാറി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാടിനെ പോലെയാണിത്. പക്ഷേ അതിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശക്കും, എവിടെയും വെച്ച് നഷ്ടപ്പെട്ടു പോകും. ഒരാടിനുള്ള ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഇടയൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമെന്ന് പറയുന്നത് യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. രഹസ്യം ഇതാണ്, ദൈവം തന്നെയാണ് നിങ്ങളുടെ കരുതൽ. ദാവീദ് എനിക്ക് കുറവുണ്ടാകില്ല എന്ന് പറയുമ്പോൾ അവൻ ഒരു കാര്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, എനിക്ക് ദൈവമുള്ളിടത്തോളം കാലം ആവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട് എന്നാണ്. രണ്ടാമത്തത്, വിശ്രമത്തിൻ്റെ രഹസ്യം. അവൻ എന്നെ പച്ചപ്പുൽ മേടുകളിൽ കിടത്തുന്നു. സത്യം പറഞ്ഞാൽ നമ്മിൽ മിക്കവർക്കും എങ്ങനെ വിശ്രമിക്കണമെന്ന് അറിയില്ല. തിരക്കുള്ള മനുഷ്യനെ മഹത്വപ്പെടുത്തുന്ന ഒരു ലോകമാണിത്. ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുക, എപ്പോഴും തിരക്കിലായിരിക്കുക, അതായത് ബിസി ആയിരിക്കുക എന്നൊക്കെ. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാകും. ബില്ലടയ്ക്കാനുണ്ട്, പണം അടയ്ക്കാനുള്ള സമയപരിധിയുണ്ട്, ബന്ധങ്ങൾക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല, ഇനി ഭാവി എന്തായിരിക്കും, അങ്ങനെ ഒരുപാട് ചിന്തകൾ. ഇതിലുള്ള ഒരു ചോദ്യം എന്താണെന്നറിയാവോ? നാം സർവശക്തനായ ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ നമ്മൾ ഇത്ര അസ്വസ്ഥമാകേണ്ട കാര്യം എന്താണ്? സങ്കീർത്തനം 23 വാക്യത്തിൽ ദാവീദ് പറയുന്നു, പച്ചപ്പുൽ മേടുകളിൽ അവിടുന്ന് എന്നെ കിടത്തുന്നു എന്ന്. നല്ല സമാധാനമുള്ളൊരവസ്ഥയാണ് എന്ന് തോന്നും, അല്ലേ? എന്നാൽ പലരും ചിന്തിക്കാത്ത ഒരു മറഞ്ഞിരിക്കുന്ന ആത്മീയ സത്യം അതിലുണ്ട്. ആടുകൾ കിടക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് എന്നതാണ്. ആടുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാവോ? ആടുകൾ അങ്ങനെ പെട്ടെന്ന് കിടക്കാറില്ല. വാസ്തവത്തിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരാട് കിടക്കത്തുള്ളൂ. ഒന്നാമത്തത്, അതിന് ഭയം ഉണ്ടാകാൻ പാടില്ല. ആടുകൾ പെട്ടെന്ന് പേടിക്കുന്ന ഒരു മൃഗമാണ്. ഒരു ചെറിയ അനക്കം, അല്ലെങ്കിൽ ഒരു നിഴൽ, അല്ലെങ്കിൽ ഒരു വിചിത്രമായ ശബ്ദമെങ്കിലും ഉണ്ടായാൽ മതി, അത് കിടക്കില്ല. രണ്ടാമത്തത്, അതിന് ടെൻഷൻ പാടില്ല. ആടുകൾക്ക് ഒരു ശ്രേണി തന്നെയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഘർഷം ഉണ്ടായാൽ അത് കിടക്കില്ല. മൂന്നാമത്തത്, അതിന് വിശപ്പുണ്ടാകാൻ പാടില്ല. വിശന്നു കഴിഞ്ഞാൽ ആടുകൾ സ്വസ്ഥമായിരിക്കില്ല.
നാലാമത്തത്, ഈച്ചകളിൽ നിന്നും കീടങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം. ഈച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ആടുകൾക്ക് ഭയങ്കര ശല്യമായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് വിശ്രമിക്കാൻ പറ്റില്ല. ദൈവം നല്ല സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലരും ആത്മീയമായി അസ്വസ്ഥരാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഭയമുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിലാണ്, പക ഉള്ളിൽ വെച്ച് ക്ഷമയില്ലാതെ ഭയങ്കര ടെൻഷനിൽ തന്നെ നടക്കുന്നവരാണ്. നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്, പക്ഷേ നമുക്ക് ശ്രദ്ധ ഉണ്ടാകാറില്ല. അപ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം നമ്മെ കിടത്തുന്നു, നിർബന്ധിച്ച് നിങ്ങൾക്ക് സമാധാനം തരുന്നു. ദാവീദ് എന്നെ കിടത്തുന്നു എന്ന് പറയുന്ന ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ചിലപ്പോൾ ദൈവം നമുക്ക് നിർബന്ധിച്ച് സമാധാനം തരും. ദൈവം എത്ര തവണ നിങ്ങളെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരുപക്ഷെ അത് കാത്തിരിപ്പിൻ്റെ കാലഘട്ടമായിരിക്കാം, ചിലപ്പോൾ അതൊരു രോഗമോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട സമയമോ അല്ലെങ്കിൽ ഒരു വാതിലും തുറക്കാത്ത സമയമോ ആകാം. ആ സമയത്ത് പൊതുവേ നമുക്ക് നിരാശയാണ് തോന്നാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, ദൈവം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിശ്രമം തന്നതാണെങ്കിലോ? ദൈവം എന്തോ ഒരു ക്രൂരനായതുകൊണ്ടല്ല ഇങ്ങനെ റെസ്റ്റ് തരുന്നത്. അദ്ദേഹം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒട്ടും വിശ്രമം ഇല്ല എങ്കിൽ നിങ്ങൾ ഇല്ലാതായി പോകും എന്നുള്ളത് അപ്പനറിയാം. ഇടയനെ വിശ്വസിച്ച് വിശ്രമിക്കുന്നതിൻ്റെ രഹസ്യം, യഥാർത്ഥ രഹസ്യം ഇതാണ്. വിശ്രമം എന്ന് പറയുന്നത് എല്ലാം തടയുക, നിർത്തുക എന്നത് മാത്രമല്ല, അത് ആശ്രയിക്കുക എന്നതും കൂടിയാണ്. ആടുകൾ ഇടയൻ്റെ സാന്നിധ്യത്തിൽ നല്ല സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കിടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ സംഭവം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിക്കുന്നത് വരെ നമുക്ക് ഒരിക്കലും ആ യഥാർത്ഥ വിശ്രമം അനുഭവിക്കാൻ പറ്റില്ല. മത്തായി 11:28 വാക്യത്തിൽ യേശു പറഞ്ഞു, ക്ഷീണിതരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഇതൊരു വാഗ്ദത്തമാണ്. മൂന്നാമത്തത്, എൻ്റെ പ്രാണനെ അവിടുന്ന് നവജീവൻ പകരുന്നു. സൗഖ്യത്തെക്കുറിച്ചുള്ള രഹസ്യമാണിത്. ജീവിതം പലപ്പോഴും നമ്മെ തകർക്കാറുണ്ട്. നിരാശകൾ, ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകൾ, വിശ്വാസവഞ്ചന, നഷ്ടം, അങ്ങനെ പല മേഖലയിലൂടെ നാം കടന്നു പോകുന്നവരാണ്. വർഷങ്ങളായിട്ടുള്ള മുറിവുകൾ പോലും നമ്മിൽ പലർക്കും ഉണ്ടാകും. നാം പുറമേ ചിരിക്കുന്നുണ്ട്, പക്ഷെ അകത്ത് നമുക്ക് ക്ഷീണം, ശൂന്യത എന്നീ കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. എന്ന സങ്കീർത്തനം 23:3 വാക്യത്തിൽ ദാവീദ് ഈ ശക്തമായ വാക്കുകൾ എഴുതുന്നു. എൻ്റെ പ്രാണന് അവിടുന്ന് നവജീവൻ പകരുന്നു. ഞാൻ എന്നെ തന്നെ പുനഃസ്ഥാപിക്കുമെന്നല്ല, ജീവിതം അല്ലെങ്കിൽ വർഷങ്ങൾ അല്ലെങ്കിൽ സമയം എന്നെ ശരിയാക്കും എന്നല്ല, എൻ്റെ പ്രാണന് അവിടുന്ന് നവജീവൻ പകരുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് മാത്രമേ ഈ സൗഖ്യം തരാൻ പറ്റുള്ളൂ. എത്ര പണം ഉണ്ടെങ്കിലോ വിജയങ്ങൾക്കോ ബന്ധങ്ങൾക്കോ ഒന്നിനും ഈ ഇടയൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പുനഃസ്ഥാപനം എന്നതിൻ്റെ എബ്രായ പദം ഷോഫ് എന്നാണ്. അതിനർത്ഥം തിരിച്ചു കൊണ്ടുവരിക, പുതുക്കുക, നന്നാക്കുക എന്നതാണ്. അതായത് അലഞ്ഞു തിരിഞ്ഞ് കുടുങ്ങിപ്പോയ, ക്ഷീണിതനായ അല്ലെങ്കിൽ വീണുപോയ, കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ആടിനെ കുറിച്ചുള്ള ചിത്രമാണിത്. ഇത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് തിരികെ ആ പ്രൗഢിയോടെ എഴുന്നേക്കാൻ കഴിയില്ല. പക്ഷേ ഇതിലുള്ള ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് അറിയാവോ? ഇടയൻ നിങ്ങളെ അവിടെ ഉപേക്ഷിച്ച് പോകില്ല എന്നതാണ്. ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കും. ദൈവം നമ്മെ എങ്ങനെ പുനഃസ്ഥാപിക്കും എന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ. സങ്കീർത്തനം 16:11 വാക്യം ഇങ്ങനെ പറയുന്നു, തിരുസന്നിധിയിൽ അവിടുന്ന് എന്നെ ആനന്ദത്താൽ നിറയ്ക്കും. നാം ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ ക്ഷീണിച്ചു പോയ ആത്മാക്കളെ പുതുക്കും. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ. സങ്കീർത്തനം 19:7 വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം സമ്പൂർണ്ണമാണ്, അത് പ്രാണന് നവജീവൻ നൽകുന്നു. തകർന്നിടത്ത് ജീവൻ കൊണ്ടുവരാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലം നിങ്ങളെ നിർവചിക്കില്ല. ദൈവം സകലത്തെയും പുനഃസ്ഥാപിക്കുന്നു. നിങ്ങൾ തകർന്നു പോയെന്ന് നിങ്ങൾക്ക് തോന്നാം, നിങ്ങൾ വളരെ വലിയൊരു പ്രശ്നത്തിൽ പെട്ടുപോയെന്ന് നിങ്ങൾ വിചാരിക്കാം. പക്ഷേ ഇതിൽ സത്യം എന്താണെന്നറിയാവോ? നിങ്ങളുടെ മൂക്കിൽ ഇപ്പോഴും ശ്വാസമുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ തകർച്ചയിൽ തന്നെ അവസാനിക്കാൻ ദൈവം അനുവദിക്കില്ല. ദൈവം പുനഃസ്ഥാപിക്കും. സങ്കീർത്തനം 23 എന്ന് പറയുന്നത് വെറും ഒരു കവിതയല്ല, അതൊരു വാഗ്ദത്തമാണ്. നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ഇടയൻ്റെ ജീവിതമാണത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങളെ പുനഃസ്ഥാപിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ഈ ഇടയൻ ദാവീദിൻ്റെ ഇടയൻ മാത്രമല്ല, നിങ്ങളുടെയും എൻ്റെയും ഇടയനാണ്. ആദ്യം 3 വാക്യം മാത്രമേ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. ബാക്കി ഭാഗം കൂടെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക, അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത്.